ഷിംജിതയ്ക്കെതിരെ കേസായി എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ദീപകിൻ്റെ ഫാമിലി എന്താണെങ്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഈ കേസിൽ. കാരണം ഷിംജിതയെ പോലുള്ളവർ ഇനി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 100 വട്ടം ചിന്തിക്കണം. ഇതിൻ്റെ ഗ്രാവിറ്റി എന്തായിരിക്കും, ഞാൻ ആരെക്കുറിച്ചാണോ വീഡിയോ ഇടുന്നത്, അവർക്കിതെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചാൽ അതൊരു ഭയങ്കര മാറ്റം കൊണ്ടുവരും. സോഷ്യൽ മീഡിയ, ഈ കണ്ടൻറ് ക്രിയേഷൻ, ഇൻഫ്ലുവൻസേഴ്സ്, ഈ ഒരു കാറ്റഗറിയിൽ എസ്പെഷ്യലി ഇപ്പോൾ ഞാനൊക്കെ കുറേ കാലമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ എപ്പോഴും 100 വട്ടം ചിന്തിക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും നമ്മളിടുന്ന വീഡിയോ കാരണം. ഇനി അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി അതിൽ നമുക്ക് എന്ത് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇത് ചിന്തിക്കാതെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. ഷിംജിതയുടെ റെസ്പോൺസ് നമ്മളാരും കേട്ടിട്ടില്ല. ഇന്നലെ ഒറ്റ ചാനലിൽ ഏഷ്യാനെറ്റിന് ഷിംജിത കൊടുത്തൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഈ എക്സ്പ്ലനേഷനിൽ തന്നെയുണ്ട് ഷിംജിതയുടെ നുണകൾ. ഷിംജിതയുടെ നുണകൾ ഇവിടെ പൊളിയാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ്റെ അകത്ത്. ഇപ്പോൾ പോലീസോ CBI SIT വന്നിട്ട് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. സാധാരണക്കാരായ നമ്മൾ തന്നെ ഒന്ന് ഇരുന്ന് കണ്ട ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ എക്സാക്ട്ലി സംഭവിച്ചതെന്നുള്ളത്. പിന്നെ ഷിംജിതയുടെ നുണ ഷിംജിതയുടെ വായിൽ നിന്ന് തന്നെ പൊളിഞ്ഞു പോകുന്നുമുണ്ട്. അപ്പോൾ ഷിംജിതയ്ക്ക് ഇതിലുള്ള റെസ്പോൺസ് നമുക്ക് ആദ്യം കേൾക്കാം. ഷിംജിതയുടെ നുണകളൊന്ന് കേൾക്കാം. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല രസമായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അയാൾ അങ്ങനെ ഒത്തി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്, നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. അപ്പൊ ഞാൻ ഷിംജിത ആദ്യത്തെ വീഡിയോ ബസ് എന്നുള്ളത് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് എഴുതിയിട്ട കാര്യങ്ങൾ ഞാനിവിടെ സൈഡിലൊന്നും കൂടി വയ്ക്കുന്നുണ്ട്. സമൂഹത്തിന് വിട്ടു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ബസ്സിൽ കയറിയപ്പോൾ മുതൽ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്തു വെച്ചു. ഇതാണ് അതിൻ്റെ ടൈറ്റിൽ എഴുതിയിട്ടുള്ളത്. ഇപ്പം സംസാരിച്ച സമയത്തും ഷിംജിത പറയുന്നത് എന്താ, മുന്നിലുള്ള കുട്ടിയുടെ ആ ഒരു കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷൻ ഷിംജിത കണ്ടു. മുഖം, അതായത് ഷിംജിതയ്ക്ക് മുന്നിലാണ് ദീപക്കിന് മുന്നിലുള്ള ലേഡിക്കുള്ള കംഫർട്ടിനെ കുറിച്ചിട്ടാണ് ഷിംജിത ഭയങ്കരമായിട്ട് വെറീഡ് ആവുന്നത്. അത് വെറീഡ് ആവാനുള്ള റീസൺ ആ പെൺകുട്ടീൻ്റെ മുഖം കൊണ്ട്. അതെങ്ങനെ മുഖം കാണാം ഷിംജിത? ഒന്നില്ലെങ്കിൽ ആ കുട്ടി ഇങ്ങനെ തിരിഞ്ഞ് നോക്കണം ദീപക്കിനെ, അല്ലെങ്കിൽ ആ കുട്ടി അങ്ങോട്ടോ സൈഡ് വൈസ് തിരിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം ഷിംജിതയ്ക്ക് എങ്ങനെ ആ കുട്ടിയുടെ മുഖം കാണാൻ പറ്റും? അപ്പം അത് തന്നെ വലിയൊരു നുണയല്ലേ. നമ്മുടെ ഫ്രണ്ടിലൊരാൾ, അതിനും ഫ്രണ്ടിലൊരാൾ, ആ ഫ്രണ്ടിലുള്ള ആളുടെ മുഖം കണ്ടപ്പോൾ ഷിംജിതയ്ക്ക് മനസ്സിലായി ഇത്ര ബാക്കിലുള്ള ദീപക്ക് എന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എന്താണ് ഇതെന്താ പറയുക, പെട്ടുപോയിട്ട് പിന്നെ അവിടെ കിടന്ന് ഉരുളണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് തോന്നുന്നത്. ഇങ്ങനെ നുണ അറിയാൻ പാടും. നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യാണ് നിങ്ങളുടെ ദേഹത്ത് അയാൾ ഇങ്ങനെ തട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരാളുടെ ദേഹത്ത് അയാൾ തട്ടുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് വീഡിയോ എടുക്കാം. എന്നിട്ട് ആ ലേഡിയോട് ചോദിക്കാം, നിങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നോ ഈ മനുഷ്യൻ തട്ടിയ സമയത്ത്? ഇവിടെ അതൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല. പിന്നെ ഈ ഷിംജിത ഇട്ട വീഡിയോനകത്ത് തന്നെ വേറൊരു കാര്യം കൂടിയും കിടക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഷിംജിതയുടെ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ കേട്ടിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് ഇവിടെ ക്ലിയർ ആയിട്ടുള്ള ചെയ്തുതരാം. ഒന്നും ചോദിച്ചില്ല, ഞാൻ വീഡിയോ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഞാൻ കുറേ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാൾ കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തുകൊണ്ടിരുന്നു, കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിൽ ഞാനാണ് ഉണ്ടായിരുന്നത്. അപ്പം നേരെ എൻ്റെ മേലിലേക്ക് അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പോൾ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാളത് ചെയ്തു. ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പോൾ എൻ്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കുറേ നേരമായിട്ട് അയാൾ ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക, അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു. പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല. രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ടായത്. ഷിംജിത ലോക നുണച്ചിയാട്ടോ. ഷിംജിത ഒരു പൊതുപ്രവർത്തകയാണ്, അതിലേക്കൊക്കെ നമുക്ക് വരാം. ഞാനിതിൽ രാഷ്ട്രീയമൊന്നും കൊണ്ടുവരുന്നില്ല. എഗെയിൻ ഷിംജിത പറയുന്നു പൊതുസമൂഹത്തിന് ഇനി നിങ്ങൾ പറയൂ
എന്നല്ല ഷിംജിത പറഞ്ഞത്. സമൂഹത്തിന് വിട്ടു തരുന്നു എന്നാണ് ഷിംജിത പറഞ്ഞത്. ഓക്കെ, അതൊന്ന് അവിടെ നിൽക്കട്ടെ. ഷിംജിത ഈ പറഞ്ഞ ഇൻസിഡൻറ്റിനകത്ത് 1-2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ആ ഫ്രണ്ടിൽ നിന്ന ലേഡി. ഇപ്പം ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള, ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു വിഷയമാണത്. ഷിംജിതയുടെ ഭാഗത്ത് ന്യായമുണ്ട്. അല്ലെങ്കിൽ ദീപക് എന്ന് പറഞ്ഞ വ്യക്തി, ഓക്കെ, ആ വ്യക്തി ഇന്നില്ല, ബട്ട് സ്റ്റിൽ ആ വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു മോശം അനുഭവം തനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ലേഡി വരികയാണ്. ഷിംജിത ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ ഷിംജിതയ്ക്ക് അത് തോന്നിയത് ശരിയാണ്, അദ്ദേഹം എൻ്റെ ദേഹത്ത് മനഃപൂർവ്വം മുട്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ ആ ലേഡി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ലേഡിയെ ഷിംജിതയ്ക്ക് കണ്ടറിയാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഷിംജിതയുടെ ക്യാമറയിൽ എവിടെയെങ്കിലും ആ ലേഡി പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും ഷിംജിത നോക്കണം. 2 വീഡിയോ ക്ലിപ്പ് എടുത്തു, ആ 2 വീഡിയോ ക്ലിപ്പും കൂടി കൂട്ടി ഒരു ഷോർട്ടാക്കി ഇട്ടു എന്നാണ് പറഞ്ഞത്. അത് 2 ആംഗിളിൽ നിന്ന് എടുത്ത ഡിഫറെൻറ്റ് വീഡിയോ. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ മുന്നിലെ ലേഡി, പിന്നെ ഷിംജിത ഇപ്പോൾ പറഞ്ഞൊരു ചേട്ടൻ, ഏതൊരു ചേട്ടനോട് ഇത് കൺവേ ചെയ്തു. ആ ചേട്ടൻ ചോദിക്കാൻ പോയി. പിന്നെ ഓബ്വിയസ്ലി ആ ബസ്സിലെ കണ്ടക്ടർ ആയിരിക്കുമല്ലോ ഇയാൾ ഇറങ്ങി ഓടുന്നത് കാണുന്നത്. ഇത്രയും ക്യാരക്ടേഴ്സിനെ പോലീസ് ഒന്ന് ദയവ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ഷിംജിത ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഷിംജിത പറഞ്ഞ കാര്യങ്ങൾ ഷിംജിതയ്ക്ക് പ്രൂവ് ചെയ്യാനാണെങ്കിൽ ഷിംജിതയായിട്ട് ഇത്രയും ആളുകളെ ഒന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഷിംജിതയായിരുന്നു കറക്റ്റ് എന്നുള്ളതൊന്ന് തെളിയിക്കുക. പറ്റില്ല ഷിംജിതയെ കൊണ്ട്, മനസ്സിലായോ? കാരണം ഷിംജിതയ്ക്ക് പറ്റിയ പരിപാടി എന്താ? ഇവിടുന്ന് 2 ആംഗിളിൽ നിന്ന് 2 വീഡിയോ എടുക്കുക. ഷിംജിതയ്ക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, കുറച്ച് കാലം മുമ്പ് ഒരു ലോറി ഡ്രൈവർ റോട്ടിൽ തുപ്പുന്നു എന്ന് പറഞ്ഞിട്ട് റോഡ് സൈഡിൽ ഇരുന്ന് ഷിംജിത തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വയ്ക്കാം, അതൊക്കെ വഴിയെ വയ്ക്കാം. അപ്പോൾ ഷിംജിതയുടെ ക്ലെയിമുകളൊന്നും എന്താ പറയുക, ഒരു സോളിഡ് ക്ലെയിമുകളല്ല. അല്ലെങ്കിൽ ഷിംജിത ചെയ്ത ഒരു കാര്യം ശരിയാണ് എന്നുള്ളത് ഒരാളുടെ മുന്നിൽ അല്ലെങ്കിൽ സൊസൈറ്റീൻ്റെ മുന്നിൽ വാദിച്ച് നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. കാരണം പ്രൂഫില്ല അതിനൊന്നും. ജസ്റ്റ് ക്ലെയിമാണ്, ആരോപണമാണ്. പക്ഷേ വീഡിയോ എടുത്തിട്ട് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, അയാൾക്ക് ഭയങ്കര ഡിസോർഡർ ആയിട്ടുള്ളൊരു ബിഹേവിയർ ഉണ്ട്, മോശപ്പെട്ടൊരു ബിഹേവിയർ ഉണ്ട് എന്നുള്ളത് പൊതുസമൂഹത്തിന് അയാളെ മുഖത്തോടു കൂടി ഇട്ടെറിഞ്ഞു കൊടുത്ത് അയാളെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് ചെയ്ത്. എന്നിട്ട് ഇതേപോലെ വന്നിരുന്ന് പച്ച നുണ പറയണോ ഷിംജിത? മോശമല്ലേ? അപ്പോൾ അതിനുള്ളത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഷിംജിതയ്ക്ക് കിട്ടും. അപ്പോൾ ഇനി ഷിംജിത പറഞ്ഞ കാര്യങ്ങൾ ഷിംജിത ഫ്രണ്ടിലുള്ള സ്ത്രീയുടെ മുഖം കണ്ടു. എങ്ങനെ മുഖം കണ്ടു? ഇനിയിപ്പോൾ ഡ്രൈവറുടെ മണിക്കുട്ടി ആട്ടുന്നതിൻ്റെ ഇടയിലുള്ള ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി, ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി കണ്ടോ മുഖം ലേഡിയുടെ? എങ്ങനെയാണ് ഷിംജിത മുഖം കണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഫ്രണ്ടിൽ നിന്ന ലേഡി 360 ഡിഗ്രിയിൽ തലതിരിക്കുന്ന എന്തിരൻ റോബോട്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഇപ്പോൾ ഷിംജിത ഞാൻ പറഞ്ഞല്ലോ, മുഖം കണ്ടു എന്ന് പറയുമ്പോൾ തിരിഞ്ഞ് നോക്കണം ആ ലേഡി. അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ അല്ല എന്നാണെന്നുണ്ടെങ്കിൽ ആ ലേഡി പുറത്ത് വരട്ടെ. അപ്പോൾ ഷിംജിതയുടെ ഇനി ഏറ്റവും വലിയ നുണകൾ ഇവിടെ പൊളിയാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ ഷിംജിത തന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോ നമുക്കൊന്നും കൂടി ഡീറ്റെയിൽഡായിട്ട് അനാലിസിസ് ചെയ്യാം. ഞാനിവിടെ വീഡിയോ വയ്ക്കുന്നുണ്ട്. ഒന്ന്, റൈറ്റ് ഹാൻഡിൽ ഫോൺ പിടിച്ച് ഒരു വീഡിയോ ഷിംജിത എടുത്തിട്ട് ആദ്യം ഫസ്റ്റ് പോർഷനിൽ വയ്ക്കുന്നു. സെക്കൻഡ് പോർഷനിൽ ഈ വ്യക്തിയുടെ കയ്യിൽ ഒരു ബാഗ് കാണാൻ പറ്റും. കണ്ടോ, ഒരു ബാഗ് ഉണ്ട് ഈ വ്യക്തിയുടെ കയ്യിൽ. ഈ വ്യക്തിയുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഒരു ബാഗ് ഉണ്ട്. അതുകൊണ്ട് അയാളുടെ റൈറ്റ് ഹാൻഡ് അയാൾ അവിടെ സീറ്റിൻ്റെ സൈഡിൽ പിടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇതിലാർക്കും ഒരു സംശയമില്ലല്ലോ. ഈ വീഡിയോ ഞാൻ ഇവിടെ തന്നെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇയാളുടെ ലെഫ്റ്റ് ഹാൻഡിൽ ബാഗ് ഉണ്ട്. ഓക്കെ, റൈറ്റ് ഹാൻഡ് ഈ വ്യക്തി കറക്റ്റ് ഒരു സീറ്റിൽ പിടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ ബാഗുള്ള ഒരാൾ, റൈറ്റ് ഹാൻഡ് കൈ അവിടെ പിടിച്ച് നിൽക്കുന്ന ഒരാൾ. ബസ് നിർത്തുന്ന സമയത്താണ് ഷിംജിത ഈ വ്യക്തിയുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അതും എന്താ പറയുക, കാഷ്വലായിട്ട് പോകുന്ന വഴിക്ക് എന്നെ തട്ടുമെന്ന് നോക്കാനല്ല, ഞാനിങ്ങനെ നെഞ്ച് തിരിച്ച് നിന്ന് കൊടുത്ത് തട്ട് 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 എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ, ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ ബാഗുള്ള ഒരാൾ യൂഷ്വലി എന്താ നമ്മൾ ചെയ്യുക? ബസ് എന്ന് പുറത്തിറങ്ങും, ഒരു കയ്യിൽ ബാഗ് ഉണ്ട്, ഒരു കൈ നമ്മളവിടെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ആ കൈ അവിടെ നിന്ന് എടുക്കും. വണ്ടി നിർത്തിയതിന് ശേഷം ഈ ലെഫ്റ്റിലുള്ള ബാഗ് റൈറ്റ് കൈയിലേക്ക് ആക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മളൊരു ശ്രമം നടത്തും. കാരണം കുറേ നേരം ലെഫ്റ്റിൽ പിടിച്ച് നിൽക്കുന്നു. ഒന്നും അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ബാഗ് ഇങ്ങോട്ട് പൊക്കി എടുക്കുന്ന സമയത്ത് റൈറ്റിലെ കൈ ഇങ്ങനെ തിരിയുമ്പോൾ ഒന്ന് തട്ടും. ഇതൊക്കെ മനുഷ്യന്മാർക്ക് സംഭവിക്കുന്നതാണ് ഷിംജിത. മനസ്സിലായില്ലേ? ഇതൊക്കെ മനുഷ്യന്മാർക്ക് സംഭവിക്കുന്നത്. ഇത് ഞങ്ങൾ സാധാരണക്കാർ കാണുമ്പോൾ നമുക്കേ മനസ്സിലാവുന്നുണ്ട്. ഒരു കയ്യിൽ ബാഗ് ഉണ്ടായിട്ട് ആ വ്യക്തി തിരിയുന്ന സമയത്ത് കൈ തട്ടി എന്നുള്ളതേ എനിക്ക് ആ വീഡിയോയിൽ ഫീൽ ആവുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു കംഫർട്ട് സോൺ എന്താണെന്നുള്ളതൊക്കെ അത് ഷിംജിതയുടെ എന്താ പറയുക, ഷിംജിതയുടെ ബോഡി അങ്ങനെയൊക്കെയാണല്ലോ. എൻ്റെ പ്രിവിലേജ്, എൻ്റെ ബോഡി, എൻ്റെ ബൗണ്ടറീസ്, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. പക്ഷെ അത് നിങ്ങൾ സൊസൈറ്റിയിൽ എടുത്തിടുമ്പോൾ
അയാൾ ഇത് ചെയ്തു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോവാന്നല്ലാതെ നിങ്ങൾ പറയപ്പെടുന്ന ആ ഫ്രണ്ടിലെ ലേഡിക്കുണ്ടായ ഇഷ്യൂ അതെവിടെ? ആ ലേഡി എവിടെ? ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ കയ്യിലൊരു ബാഗിലൊരു മനുഷ്യൻ തിരിഞ്ഞ സമയത്ത് കൈ തട്ടി എന്നുള്ളതിലുപരി വേറെ എന്താണ് അതിനകത്ത് കാണാൻ പറ്റുന്നത്? ഇത് ഷിംജിതയ്ക്ക് വേണ്ടി വാദിക്കാൻ വന്ന ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ളവർക്കാട്ടോ. ശ്രീലക്ഷ്മി അറക്കൽ മറ്റേ സവാദിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഒരു സാധനം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് സവാദ് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവനും പുണ്യാളനായിരുന്നു, അങ്ങനെ ഇങ്ങനെ ആന മാള ചേന എന്ന് പറഞ്ഞിട്ട് നിരന്തരമായ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ശ്രീലക്ഷ്മി അറക്കലിനൊക്കെ സീരിയസ്ലി എന്താ ഇഷ്യൂ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആണുങ്ങളോട് ഇത്രയുള്ള വിരോധം കാരണമാണോ, അതോ നിങ്ങൾ ഈ എന്താ പറയുക ഓൾറെഡി എല്ലാവരും ഒരു കാര്യത്തിൽ ഒറ്റ മൈൻഡിൽ പോകുന്ന സമയത്ത് എതിർത്ത് നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വിസിബിലിറ്റി കിട്ടും എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. കാണിക്കുന്നത് വെറും വൃത്തികേടാണെന്നേ പറയാനുള്ളൂ. ഇപ്പോൾ ശ്രീലക്ഷ്മി അറക്കൽ പറയുന്നുണ്ട് ആ ലേഡി അവൾ ആത്മഹത്യ ചെയ്താൽ തീരുമോ എന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. കുറ്റബോധം എന്ന് പറഞ്ഞൊരു സാധനം വേണ്ടേ? ഒരു മനുഷ്യനാണെങ്കിൽ കുറ്റബോധം വേണം. ഷിംജിതയ്ക്ക് അതുണ്ടോ എന്നൊക്കെ സംശയമാണ്. ഇനി ഷിംജിതേൻ്റെ കഴിഞ്ഞിട്ടില്ല എക്സ്പ്ലനേഷൻ. ഞാനത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസുണ്ട്, അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ. കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടോ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു, അതിനൊരു മറുപടി പറയുന്നത് പോലെ. അല്ലാതെ എല്ലാവരുടെയും എതിരെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് 100% ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത്, രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നിന്ന് കൊടുത്ത് തൊടിയിപ്പിച്ചിട്ട് അല്ലെങ്കിൽ തൊടുന്ന സിറ്റുവേഷനിൽ പോയി നിന്ന് കൊടുത്തിട്ട് ഞാൻ ഉറപ്പ് വരുത്തിയ ആളിനെ തൊടുന്നുണ്ട് എന്നുള്ളത്. ആദ്യത്തെ തൊടൽ തന്നെ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ ചപ്പ നോക്കി അടിക്കാൻ മാത്രം ഗട്സ് വേണം. അല്ലാതെ ഇത് വീഡിയോ എടുത്ത് 2 ക്ലിപ്പാക്കി എടുത്ത് പഞ്ചറാക്കി വിടുന്ന പരിപാടിയില്ല. മനസ്സിലായോ? അപ്പോൾ ഷിംജിത ഇപ്പോൾ പറഞ്ഞ അടുത്തൊരു ക്യാരക്ടർ വടകര പോലീസ് സ്റ്റേഷനിലെ ഒരു ഷിംജിതയുടെ അറിയുന്ന ഒരു പോലീസുകാരൻ. അങ്ങനെ ഒരു പോലീസുകാരൻ ഇത്രയും സീരിയസ് ആയിട്ടുള്ള അത് പൊതുപ്രവർത്തകയായിട്ടുള്ള ഒരു വ്യക്തി, കോണ്ടന്റ് ക്രിയേറ്റർ ഇൻഫ്ലുവൻസർ എന്നുള്ള ഷിംജിത നിങ്ങൾ മാറ്റി, പൊതുപ്രവർത്തകയാണ്. ഓക്കെ, ഷിംജിത ഒരു പൊതുപ്രവർത്തകയായിട്ടുള്ള ഒരു വ്യക്തി അടുത്ത സുഹൃത്ത്, അതായത് ഇത് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസറെ വിളിച്ചു എന്നല്ല പറയുന്നത്. അരീക്കോട് പഞ്ചായത്തിലെ 14-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായി നിന്ന അല്ലെങ്കിൽ അവിടുന്ന് വിജയിച്ച് അവിടെ മെമ്പറായ ഷിംജിതയ്ക്ക് ഷിംജിത സുഹൃത്തുക്കൾക്ക് അറിയാം. ഷിംജിത യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ഒരാളാണെന്നും പൊതുപ്രവർത്തകയാണെന്നുള്ളതും രാഷ്ട്രീയക്കാരിയാണെന്നുള്ളതും അല്ലെങ്കിൽ രാഷ്ട്രീയം അത്യാവശ്യം സോളിഡായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതും ഇതേപോലുള്ള സൊസൈറ്റിയിലെ വിഷയങ്ങൾ ഇതിനു മുമ്പും സംസാരിച്ച് വീഡിയോ ഇട്ടിട്ടുള്ള ഒരാളാണെന്നവർക്ക് അറിയുന്നൊരു സുഹൃത്തായിരിക്കുമല്ലോ പോലീസുകാരൻ. ഈ പോലീസുകാരൻ വളരെ കാഷ്വലായിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. അയാളപ്പം എങ്ങനെ ഞങ്ങൾ കണ്ടുപിടിക്കുക അങ്ങനെ പറയൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരൻ ആദ്യം വിളിച്ചത് വരട്ടെ. ഒരു ഇപ്പം ഞാനാണെങ്കിൽ പോലും പല വിഷയങ്ങളിലും എൻ്റെ സുഹൃത്തുക്കളെ വിളിക്കാറുണ്ട് പോലീസിലുള്ള. അവരാദ്യം പറയാറെന്നറിയും, സായി നമുക്ക് അൺഒഫീഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ട്. ഓക്കെ, ഒഫീഷ്യലായിട്ട് നമുക്ക് യൂണിഫോം ഇട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒന്നുമില്ല, സിമ്പിളാണ്. നീ ഒരു കംപ്ലയിൻറ്റ് എഴുതി തന്നാൽ നമ്മളത് വളരെ വൃത്തിക്ക് ചെയ്യും. മറ്റേത് അൺഒഫീഷ്യലായിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നാൽ നാളെ ഞാനും ഏറെ പോവും, എൻ്റെ ജോലിയും പോവും, എനിക്ക് വലിയ പ്രശ്നമൊന്നും നിനക്ക് സംഭവിക്കാനില്ല എന്നുള്ളത്. ഇത്രയും ഗ്രാവിറ്റി കൂടിയൊരു കാര്യം ബസ്സിൽ നിന്ന് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഇഷ്ടം പോലെ സംസാരിക്കുന്ന ഒരു സർക്കാരുള്ള ഒരു നാട്ടിൽ സ്ത്രീ ഇത്രയും എന്താ പറയുക മോശമായ രീതിയിൽ ബസ്സിനകത്ത് 2 സ്ത്രീകളെ മോശമായ രീതിയിൽ അൺകംഫർട്ടബിൾ ആക്കിയ ഒരു വ്യക്തിയെക്കുറിച്ച് സ്വന്തം സുഹൃത്തായ പോലീസുകാരനോട് വിളിച്ച് പറയുമ്പോൾ ആ പോലീസുകാരൻ നീ വീഡിയോ ബാക്കി വരുന്നോർത്ത് വെച്ച് കാണാമെന്ന് പറയും. പിന്നെ ടൈറ്റിൽ എഴുതിയിട്ടു എന്ന് പറയുന്നതൊക്കെ മാറിയിട്ടോ, ഒന്നുമല്ല, പൊതുസമൂഹത്തിന് എറിഞ്ഞു കൊടുക്കുന്നു വിട്ടു കൊടുക്കുന്നു എന്നൊക്കെയാണ്, അല്ലാതെ ആളെ കണ്ടുപിടിക്കണമെന്നല്ല ഷിംജിത എഴുതിയിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ വടകര പോലീസ് സ്റ്റേഷനിൽ മീഡിയക്കാരൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ പോലീസ് സ്റ്റേഷന് അവിടുന്ന് പറയുന്നത് നമുക്ക് ഒരു കംപ്ലയിൻറ്റും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവർ. അപ്പോൾ ഏതാണ് ഈ പോലീസ്? ഇതിൽ ഞാൻ പറഞ്ഞില്ല കുറേ ക്യാരക്ടേഴ്സ് ഷിംജിതയായിട്ട് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്.
ദീപക്കിൻ്റെ മുന്നിൽ നിന്ന സ്ത്രീ, ദീപക് ഇറങ്ങിപ്പോയപ്പോൾ ചോദ്യം ചെയ്യാൻ പോയ ചേട്ടൻ, ഷിംജിതയുടെ സുഹൃത്തായ പോലീസുകാരൻ. ഞാൻ പറയുമ്പോൾ കേസ് എടുക്കുമ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് ആയിട്ടുള്ളവരുടെ മൊഴികൾ എടുക്കണം. അങ്ങനെ ഒരു പോലീസുകാരനുണ്ടോ? ഷിംജിതയുടെ കോൾ റെക്കോർഡ്സ് എടുക്കണം, CDR റിപ്പോർട്ട് എടുക്കണം. എന്നിട്ട് അതിനകത്തൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വിളി പോയിട്ടുണ്ടോ നോക്കണം. അങ്ങനെ ഒരു പോലീസുകാരൻ ഉണ്ടോ നോക്കണം. ഒക്കെ ചെയ്യണതിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ ചെയ്തത് തെറ്റാണ്. നിയമപരമായിട്ടൊരു പൊതുപ്രവർത്തക, സാധാരണ സ്ത്രീയല്ല, പൊതുപ്രവർത്തക വിളിച്ച് പറയുകയാണ്, എനിക്കൊരു ദുരനുഭവം ഉണ്ടായി, എനിക്ക് ആളെ കണ്ടുപിടിച്ച് തരണം. അതിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഞങ്ങൾ കൊണ്ടൊന്നും പറ്റില്ല. അങ്ങനെ ഒരു പോലീസുകാരന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് പണിക്ക് നിൽക്കണ്ട, പോട്ടെ, പെരയിലിരിക്കട്ടെ പോയിട്ട്. അപ്പോൾ ഷിംജിതയുടെ തന്നെ വായിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഷിംജിതയുടെ ആ വീഡിയോ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ആ വ്യക്തിയുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു, ഒരു ബാഗ് പിടിച്ച് നിന്നൊരു വ്യക്തിയാണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം എന്നുള്ളൊരു ആസ്പെക്റ്റും കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക, മനസ്സിലാക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൃഷ്ണരാജിനെ പോലെയുള്ള ആൾക്കാർ, അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ പോസ്റ്റ് ഞാൻ വയ്ക്കുന്നുണ്ട്. തീട്ട സംഘി, ഇനിയിപ്പോൾ ഇത് തട്ടം വിട്ടൊരു താത്താന്നൊക്കെ പറഞ്ഞ് അത് ഹൂറി ജിഹാദി എന്നൊക്കെ രീതിയിൽ, ജിഹാദി ബസറിയിൽ എന്നൊക്കെ പറഞ്ഞ രീതിയിലൊക്കെ അത് വളച്ചൊടിക്കുന്നുണ്ട്. ചെറ്റത്തരമാണ് കാണിക്കുന്നത്. ഇതിലേക്ക് മതമോ രാഷ്ട്രീയമോ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവരൊരു പൊതുപ്രവർത്തക നിങ്ങൾക്ക് പറയാം. അതിലവരുടെ UDF LDF രാഷ്ട്രീയം കണ്ടുപിടിക്കണം. അവരൊരു കോൺഗ്രസ്സുകാരിയാണ് എന്നുള്ളത് അവരുടെ പ്രൊഫൈലിൽ നിന്ന് വളരെ വ്യക്തമാണ്. ആ പാർട്ടി ഇതിനെന്ത് ചെയ്യും? ചില പോസ്റ്റുകളൊക്കെ കോൺഗ്രസിൻ്റെ റീൽ സംസ്കാരം എന്നൊക്കെയാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിന്നെ ഇത് ഒട്ടുമില്ലല്ലോ. റിയാസൊക്കെ ചെയ്യുന്നത് പിന്നെ ഏകാംഗ നാടകമായിരിക്കും. ഇപ്പോൾ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ, ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറേ രാഷ്ട്രീയവും മതവും കുത്തിക്കയറ്റുന്നവന്മാരോട് പറയാനില്ല. പിന്നെ അരീക്കോട് പഞ്ചായത്ത് വെള്ളേരി എന്ന 14ാം വാർഡ് മെമ്പറാണ് ഇവർ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ ഷിംജിതയുടെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ ക്ലിയറാണ്. കാരണം ഇവർ ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട്, ഈ ഭിന്നശേഷിയുള്ള കുട്ടി അത്യാവശ്യം ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്യുന്നൊരു കുട്ടിയാണ്. ആളാവാൻ വേണ്ടി ഈ കുട്ടിയുടെ വീട്ടിൽ ചെന്ന സമയത്ത് ഷിംജിത അവർക്കൊരു ഓർഡറൊക്കെ കൊടുത്ത് അവരുടെ നിന്ന് കുറച്ച് ജ്വല്ലറിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ആ കുട്ടി എന്ത് ചെയ്തു? ഉണ്ടാക്കി വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷിംജിത ആ ഓർഡർ കളക്ട് ചെയ്യാതെ ആ ഭിന്നശേഷിയുള്ള കുട്ടിയെ ചതിച്ചു എന്നുള്ള ക്ലെയിം. ഇപ്പോൾ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഷിംജിതേനെ കുറിച്ച്, മനസ്സിലായോ? ഒന്നിൻ്റെ മുകളിൽ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ വന്നതാണ് ഷിംജിത ഒരു ലോറി ഡ്രൈവറെ കുറിച്ച് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. റോഡ് സൈഡിൽ ഒരു ലോറി ഡ്രൈവർ തുപ്പുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ബ്ലോക്കിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ മുന്നിലുള്ള ചെറിയ ലോറിയില്ലേ, പിക്കപ്പിന്റെ വലിയ സാധനം, അതിലുള്ള ഡ്രൈവറില്ലേ, നേരെ റൈറ്റ് സൈഡിലോട്ട് അയാൾ ആ വണ്ടിയിൽ ഇരുന്ന് തുപ്പി. ഒരു വട്ടമല്ല, 2 വട്ടം. എനിക്ക് ഒരുമാതിരി ആയിപ്പോയി. ഷിംജിത ഞാൻ പറഞ്ഞു, ഇതിൽ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ഇനിയിപ്പോൾ ഇത് വെച്ച് വന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ അങ്ങനെ ഒന്നും ആരും പറയണ്ട. ഷിംജിത പറഞ്ഞ സംഗതി ഓക്കെ. കാരണം വണ്ടിയിൽ തുപ്പുന്ന സമയത്ത് അത് അത്ര കംഫർട്ടബിൾ അല്ല. അത് തുപ്പൽ നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഫൈൻ വരെ കിട്ടും തുപ്പുമ്പോൾ. ചില സ്ഥലത്ത് തുപ്പിക്കഴിഞ്ഞാൽ ഓബിയസ്ലി റോഡിൽ സൈഡിലൊക്കെ തുപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ ഫൈൻ അടിക്കാം, മനസ്സിലായോ? പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഷിംജിതയുടെ ഒരു വേ ഓഫ് കണ്ടന്റ് മേക്കിങ്ങിനകത്ത് തന്നെ ഒരു ബിൽഡപ്പ് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ഷിംജിത റിപ്പീറ്റഡ്ലി ഇടുന്ന വീഡിയോസിനകത്തൊക്കെ ഒരു ബിൽഡപ്പ് ഭയങ്കര വിസിബിളായിരുന്നു. ഇനി വേറൊരു വീഡിയോ പ്ലേ ചെയ്യാനുള്ളത്, ഇത് ഷിംജിതേൻ്റെ നാട്ടുകാരനാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയുടെ വോയിസാണ്. ഇതിൻ്റെ വേറെ ബോട്ട്സ് ഒന്നും എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഒരു റെലവൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചില സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ നാട്ടുകാർക്ക് കുറച്ച് പറയാനുണ്ടാവുമല്ലോ. നാട്ടുകാരെന്താ പറയണ നോക്കാം. പരിധി വിട്ടാട്ടെ നടന്നപ്പോ അങ്ങനെ ദുബായിൽ പോയി. നമ്മൾ കേട്ടത് ഞങ്ങളെ മെമ്പറേനി, ഞങ്ങളെ വാർഡ് മെമ്പറേനി, അരീക്കോട് പഞ്ചായത്ത് 16ാം വാർഡ് മെമ്പറേനി. അങ്ങനെ ഇവള് ദുബായിക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഇവളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, കാരണം ഇവളെ ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് നമുക്ക് അരീക്കോട് പഞ്ചായത്തില് 8-9 ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ഓള് പോയി കഴിഞ്ഞാൽ പിന്നെന്താവും, അവിടെ 8-8. അപ്പൊ പഞ്ചായത്ത് പ്രശ്നം അറിയാൻ സാധ്യതയുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമില് ഓള് രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് ഓള് പോയി. അങ്ങനെ പിന്നീട് ഇവള് ദുബായിൽ നിന്ന് ഇടുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ, ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയ ടൈമില് അവിടുത്തെ APക്കാർ വീഡിയോ കൊണ്ടായിട്ട് എനിക്ക് കൊണ്ടുവരുന്ന അത് ഇത് കണ്ടു വെച്ചാൽ, അപ്പൊ ഞങ്ങളിതിന്റെ മുമ്പ് തന്നെ പറഞ്ഞാണ് മെമ്പറെ ഇതൊക്കെ. ഞാൻ പറഞ്ഞു എനിക്കറിയാം, സുജിത്തിന്റെ വീഡിയോ അല്ലേ, ഞാൻ കണ്ടതാണ്, ഞങ്ങൾക്കറിയാം കാര്യം, ഞങ്ങൾ പറഞ്ഞതാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ എന്ന് പറഞ്ഞു. ഓള് രാജിക്കൂല. അങ്ങനെ ചുരുക്കി പറഞ്ഞ ഓള്
ഇപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിലവിൽ ഉള്ള ഒരാളെ അവസ്ഥ ഞങ്ങളവിടെ കെട്ടിക്കൊണ്ടെന്നാണ്. വടകര ഉള്ളതാണ് ഓള് ഭർത്താവറ്റൊക്കെ തെറ്റി 6 മാസമായിട്ട് ഓളെ നാട്ടിലാണുള്ളത്, ഞങ്ങളവിടെ അല്ല. അങ്ങനെ രാജിക്കത്ത് എഴുതി കൊടുത്ത് പോയി 1 കൊല്ലം കഴിഞ്ഞാലേക്ക് ഓളെ മാപ്പിള കൊണ്ടുപോയിട്ട് രാജിക്കത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് അതിൽ ഇവള് രാജിക്കത്ത് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നുന്നു. ഓള് നേരെ സെക്രട്ടറിക്ക് കൊടുത്ത്, ഞാൻ നാട്ടിലില്ലാതെ എന്റെ കത്ത് എങ്ങനെ നിങ്ങൾ സ്വീകരിക്കുക, ഞാൻ കേസ് കൊടുക്കും, പണി ഔട്ട് അതുകൊണ്ട് പിൻവലിച്ചു പറഞ്ഞു. സെക്രട്ടറി അത് പിൻവലിച്ചു. ഇതാണ് ഷിംജിതയുടെ രാഷ്ട്രീയമായിട്ടൊക്കെ നാട്ടുകാർക്ക് പറയാനുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ ഷിംജിതയുടെ രാഷ്ട്രീയം എടുത്ത് വെച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഈ ഒരു ആസ്പെക്റ്റ് കൂടി ഉണ്ടല്ലോ. അതായത് ഷിംജിതയുടെ പേഴ്സണൽ ലൈഫ്, നീ ഇന്നലെ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ആണുങ്ങളോടൊരു വിരോധം തോന്നുന്നൊരവസ്ഥ. ഓക്കെ, ശ്രീലക്ഷ്മി ഇറക്കൽ വേടനെ പോലുള്ള ആണുങ്ങളോട് മാത്രമാണ് സ്നേഹവും സഹതാപവും കരുണയൊക്കെ ഉള്ളത്. അല്ലാതെ നാട്ടിലെ ബാക്കി ആണുങ്ങൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ശ്രീലക്ഷ്മിക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ചൊറിയാണ്. ആ രീതിയിലൊക്കെ ഷിംജിതേനെയും കൂട്ടാം എന്നുള്ളൊരു അവസ്ഥയാണെന്ന് തോന്നുന്നു ലൈഫിൽ. അവർക്ക് ബാക്കി ആണുങ്ങളെ കാണുന്ന സമയത്ത് ഒരു പക്ഷേ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും, അതിൽ നിന്നായിരിക്കും ആ ഒരു വീഡിയോ വന്നത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിയുടെ അയാൾ എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്നുള്ളത് ഷിംജിതയ്ക്ക് ഒരു അസംഷൻ മാത്രമായിരുന്നു. ഒരു കാര്യം അസ്യൂം ചെയ്തിട്ടാണ് ആ സാധനം ഇടുന്നത്. റെസ്പോൺസിബിളായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു കോണ്ടൻറ് ക്രിയേറ്റർ, ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ഈ സ്പേസിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊരു ഉപദേശമായിട്ടൊന്നും എടുക്കണ്ട. ഞാനും 100% ക്ലിയർ ആയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. പലപ്പോഴായിട്ട് പല മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്, മനഃപൂർവ്വം പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് അതൊന്നും ഒരു പരിധി വിട്ട് ഒരാളെ ഭയങ്കര എന്താ പറയുക ഇല്ലാതാക്കുന്ന രീതിയിലായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള സിറ്റുവേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ വളരെ കൃത്യമായ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്ത വീഡിയോ കാരണം വന്നതിന് ഞാൻ എന്താണ് അവർക്ക് ഓക്കെ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാറുണ്ട്. അതൊക്കെ ചെയ്തിട്ടേ നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. ബ്ലണ്ടായിട്ട് വന്നിട്ട് നമുക്ക് നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു തോട്ട് മാത്രം അല്ലെങ്കിൽ നമ്മളൊരാളെ എങ്ങനെ കാണുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷയങ്ങളുണ്ടാക്കും. ഒരിക്കലും നമ്മുടെ എക്സിസ്റ്റൻസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഫിഷിംഗ് ഫ്രീക്സ് ഈ വിഷയം നടന്ന സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സോഷ്യൽ മീഡിയ. ആർക്ക് വേണമെങ്കിലും അതിനകത്ത് എന്ത് കണ്ടന്റ് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞാൻ പേഴ്സണലി എപ്പോഴും സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു 10 വർഷമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ്. എൻ്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാൻ ഇതിനകത്തൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കണ്ടന്റ് പേഴ്സണലി ആരെങ്കിലും അഫക്റ്റ് ചെയ്യാറുണ്ടോ, അങ്ങനെ അഫക്റ്റ് ചെയ്താൽ അതിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളമായിരിക്കും. ഞാൻ 2 ഇൻസിഡൻറ്റ് പെട്ടെന്ന് പറയാം. ഒന്ന്, ഞാൻ ഒരു ബൈക്ക് എടുത്ത സമയത്ത്, ഞാൻ ഇന്നും ഒരിക്കലും റിവീൽ ചെയ്യാത്തൊരു സംഭവമാണ്. ഞാൻ ബൈക്ക് എടുത്ത സമയത്ത് ബൈക്കിൻ്റെ ഒരു മോഡിഫിക്കേഷൻ സംബന്ധമായിട്ട് അതിൻ്റെ ഷോറൂമിൽ തന്നെ കൊണ്ട് കൊടുത്തിട്ട് ഒരു ആക്സസറി ചെയ്തു. ഈ ആക്സസറി ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്ത് മാറിപ്പോയി. ലെഫ്റ്റിന് പകരം റൈറ്റിന് ലെഫ്റ്റും. അപ്പോൾ ഈ വണ്ടിയായിട്ട് ഞാൻ ഒരു 500 കിലോമീറ്റർ ഓടിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ വണ്ടിയുടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാലും കത്തുന്ന ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആയിരിക്കും. ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ഈ ഒരു സംഭവം അറിഞ്ഞത്. ഞാൻ നേരെ ഷോറൂമിൽ പോയി ഒരു ക്യാമറയെ പൊക്കി പിടിച്ചുകൊണ്ടല്ല ഞാൻ കൂടെ ചെന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എംപ്ലോയിക്ക് പറ്റിയൊരു അബദ്ധമായിരിക്കും. ഞാൻ അവൻ്റെ മുഖം കാണിച്ചൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നാളെ ആ ഷോറൂമിന് എന്ത് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. രണ്ടാമത്തെ സംഭവം, എൻ്റെ ബോട്ടിൽ നിന്ന് ഒരു ബാറ്ററി കുറച്ച് പേര് അടിച്ചുകൊണ്ട് പോയി. കൃത്യമായ ഫോട്ടോ എവിഡൻസും വീഡിയോയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സാധനം സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സാധനം ഞാൻ സോഷ്യൽ മീഡിയ ഇടുകയാണെങ്കിൽ എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഏറ്റവും 2 വലിയ വൈറൽ കണ്ടന്റുകളായിരിക്കും. കാരണം ആളുകൾക്ക് നെഗറ്റിവിറ്റി ഇഷ്ടമാണ്. അത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവുന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഇത് 2 ഞാൻ ഇടാത്തതിൻ്റെ കാര്യം, ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ തെറ്റ് ചെയ്ത ആളായിക്കോട്ടെ തെറ്റ് ചെയ്യാത്ത ആളായിക്കോട്ടെ എന്താണെങ്കിലും അവരെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് ചിന്തിക്കാനുള്ളൊരു ബുദ്ധി എനിക്കുണ്ട്. ഇനി എനിക്ക് ഇപ്പം ഈ 2 കേസിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട്. ബാറ്ററി എടുത്തുകൊണ്ട് പോയതിനെതിരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടു. ബൈക്കിന്റെ കേസിൽ നേരെ ഷോറൂമിൽ പോയിട്ട് ഞാനത് റെക്ടിഫൈ ചെയ്തു. ഇതിന് പകരം ക്യാമറയായിട്ട് ചെല്ലുമായിരുന്നെങ്കിലോ? ഇന്ന് ഒരാൾ സൂയിസൈഡ് ചെയ്തിരിക്കുവാണ്. നമ്മൾ ഒരു സാമാന്യ ബോധം ആൾക്കാർ ഇതിനകത്ത് കൊണ്ടുവരിക. ഇനി ഇപ്പം തെറ്റ് ചെയ്ത ആളായിക്കോട്ടെ തെറ്റ് ചെയ്യാത്തൊരു സാധനം ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ അല്ല അത് ഡിസൈഡ് ചെയ്യേണ്ടത്. ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഞാൻ പേഴ്സണലി എൻ്റെ എൻ്റർടൈൻമെൻറ്റിനും അല്ലെങ്കിൽ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. അല്ലാതെ എൻ്റെ വീടിൻ്റെ അടുത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് ബോധവൽക്കരണത്തിന് ചില സമയത്ത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതല്ലാതെ എന്നെ ഒരു ബസ് ഓവർടേക്ക് ചെയ്ത സിറ്റുവേഷനിൽ എനിക്ക് ആ ഒരു സംഭവം തെറ്റാണെന്നറിയാം.
പക്ഷേ ഞാൻ ആ വീഡിയോ ഇട്ടു. പക്ഷേ ആ വീഡിയോ ഇട്ട സമയത്ത് എനിക്കത് കറക്റ്റായിട്ട് എനിക്ക് വേണമെങ്കിൽ അവരുടെ ഫേസ് കാണിച്ചിടാം. പക്ഷേ ആ വീഡിയോയ്ക്കകത്ത് അവരുടെ ഫേസ് ബ്ലർ ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അത് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയല്ല, അത് അങ്ങനെയല്ലെന്നുള്ളൊരു ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഇട്ടത്. അല്ലാതെ അതും ആ വീഡിയോയുടെ ഗ്രാവിറ്റി, ഇപ്പം ഇൻ കേസ് അത് അവരുടെ ഫേസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ഇടത്തില്ല, ഒരാളുടെ ഫേസ് കാണിച്ച് ഇടത്തില്ല. അങ്ങനെ ഇട്ടാൽ പോലും അത് എത്രത്തോളം അവരെ അഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. നമ്മൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഭയങ്കര ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം ആസ് ആൻ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനമല്ല കോടതി. നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് വരുവാണെങ്കിൽ ലീഗലി ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേറെ എത്രയൊക്കെയോ മാർഗങ്ങളുണ്ട്. അതിന് ഈ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് അല്ല അതിൻ്റെ ആക്ച്വൽ വേ. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ദർ ക്യാൻ ബി ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്. ഫിഷിംഗ് ഫ്രീക്ക് പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഫിഷിംഗ് ഫ്രീക്കിൻ്റെ ബോട്ടിലെ വീഡിയോ ഒക്കെ ഞാനും കണ്ടതാണ്. അപ്പോൾ അതിനിടയിൽ ഏറ്റവും കൂടുതൽ കമൻസ് അങ്ങനെ ആയിരുന്നു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ പയ്യന്മാരെ റിവീൽ ചെയ്ത് വിടുന്നത്. അപ്പോൾ ഫിഷിംഗ് ഫ്രീക്ക് തന്നെ അതിൽ പറയുന്നുണ്ട്, നമുക്ക് അവരുടെ മുഖം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവർക്കൊരു ഭാവിയുള്ളതാണ്, തെറ്റ് പറ്റിയതായിരിക്കാം, ഇത് അവർ കാണാൻ വേണ്ടിയിരുന്ന വീഡിയോ ആണ്. കാരണം എൻ്റെ കയ്യിൽ നിങ്ങളുടെ മുഖമോ കാര്യങ്ങളൊക്കെ ഉണ്ട്, സോ നിങ്ങളത് കൊണ്ടുപോയ സാധനം തിരിച്ചു കൊണ്ടുവന്ന് വെക്കുക എന്നൊക്കെയായിരുന്നു ആ വീഡിയോനകത്തുണ്ടായിരുന്നത്. ഞാനാണെങ്കിലും പല സാഹചര്യങ്ങളിലും ഇപ്പം എൻ്റെ നാട്ടിലുള്ളവരും അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇടപെട്ടവർക്കൊക്കെ അറിയാം, ഞാൻ ഫോൺ നോക്കി പിടിക്കാറില്ല. റെയർ ഓഫ് ദ റെയറസ്റ്റ് സിറ്റുവേഷനിലാണ് എനിക്കൊന്ന് ഫോൺ വെക്കേണ്ട അവസ്ഥ വരും. അതായത് നമുക്ക് ഭയങ്കര ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള പരിപാടികൾ. ഇപ്പോൾ പാർട്ടിക്കാർ ഇതെല്ലാം വന്നപ്പോൾ ഞാൻ ഒരു വട്ടം അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതുപോലെ ചില ബസ്സുകാർ, പ്രൈവറ്റ് ബസ്സുകാരായിട്ടുള്ള അലമ്പ് പരിപാടികൾ, അങ്ങനെ കുറേ റെയർ സിറ്റുവേഷൻസിൽ നമുക്ക് എടുത്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെ നമുക്ക് വേറെ വഴിയില്ല. കാരണം നമ്മൾ അത് തെളിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കണം. എന്നാലും അത് പോസ്റ്റ് ചെയ്യുക, അത് എടുത്ത് വെക്കുക എന്നുള്ളതൊക്കെ ഒരു പരിധി വരെ നമ്മളിങ്ങനെ ചിന്തിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതൊന്നാമത് ആ ഉണ്ണിമുന്തൻ്റെ വിഷയം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ എന്താ പറയുക, ഒരു സാധനം ഇമ്പൾസീവായിട്ട് വേണ്ടെന്ന് ഞാൻ തന്നെ വിചാരിച്ചൊരു ഐറ്റമാണ്. അതെന്നെ തീരാൻ ഇത്രയും വർഷങ്ങളെടുത്തു. ആൻഡ് അതങ്ങനെ തീർന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഡെഫിനറ്റ്ലി പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് മാറി മെച്യൂറായി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. കാരണം നമുക്ക് ഭയങ്കര ഈസിയാണ് ഒരു സിറ്റുവേഷൻ അസസ് ചെയ്തോ അല്ലെങ്കിൽ ഒരാളുടെ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഭയങ്കര അങ്ങോട്ട് തീർത്ത് കളയാൻ ഭയങ്കര ഈസിയാണ് നമുക്ക്. പക്ഷേ അത് മാക്സ് ടു മാക്സ് ചെയ്യുന്നതിന് മുമ്പ് പോലീസായിട്ടും ഏതാണോ അവർക്ക് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അതോറിറ്റി അവരുള്ളത് അവരായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാനും ചെയ്യാറുള്ളൂ. അത് നമ്മളൊക്കെ കീപ്പ് ചെയ്യേണ്ട ഈ ഒരു പൊസിഷനിൽ വന്നിരിക്കുമ്പോൾ, ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞുള്ള ഈ ഒരു സാധനത്തിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു പരിപാടിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാറ്. ഇത് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഒരു ടോണ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് പോകാറുണ്ട്, പക്ഷെ അത് അത്രയും മോശപ്പെട്ട വിഷയങ്ങളുമായിരിക്കും. അതിലങ്ങനെ തന്നെ സംസാരിക്കും വേണ്ടി വരും. അതിലൊക്കെ നമ്മളൊന്ന് ടോൺ ഡൗൺ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ മാക്സ് ടു മാക്സ് ഒരു മെച്യൂരിറ്റി കീപ്പ് ചെയ്ത് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം തന്നെ ഈ ഒരു ഷിംജിതയുടെ കേസ് വന്ന സമയത്ത് തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ചിഞ്ചുറാണിയായിട്ട് കുറേ വ്ളോഗേഴ്സിനൊക്കെ കമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ ഇനി സൊസൈറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു സാധനം വ്ളോഗേഴ്സിന് തിരിച്ച് കിട്ടാനുള്ളൊരു ഐറ്റം ഞാൻ കാണുന്നുണ്ട്. അതായത് എവിടെന്നെങ്കിലും ചിലപ്പോൾ തല്ലൊക്കെ കിട്ടും. ഇനി സംശയമുണ്ട്, കാരണം ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലും സിറ്റുവേഷനൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും. അവർ ചിലപ്പോൾ ഇൻറ്റൻഷനലി ചെയ്യുന്നതായിരിക്കില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ നാട്ടുകാർ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങും. ചില ഇതേപോലുള്ള ആളുകൾ ചെയ്യുന്ന പരിപാടിയിൽ ചിലപ്പോൾ അങ്ങനത്തെ ഒരു റിയാക്ഷൻ ചിലപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് നമുക്കൊക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ലൈഫിൽ മാക്സിമം തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർക്കുക, കംപ്ലയിൻ്റ് ആയിട്ട് തീർക്കാനുള്ളത് അങ്ങനെ തീർക്കുക. അറ്റ കൈക്ക് നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഭാഗം എന്താണെന്ന് കാണിക്കാൻ, അതും വിത്ത് ക്ലാരിറ്റി. അതാണ് പറയാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു സാധനം അതിന് ക്ലാരിറ്റിയിൽ മാത്രം അതിൻ്റെ വീഡിയോസ് കയ്യിലുണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ ഇടാതിരിക്കുക. വെറുതെ അസംഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ഗസ്സായിട്ടോ അല്ലെങ്കിൽ ഇതൊരു തേർഡ് ഐ പെർസ്പെക്റ്റീവ്, ഒരു സെക്കൻഡ് ഐ പെർസ്പെക്റ്റീവിൽ കാണുന്ന സമയത്ത് അതിൽ അവർക്കൊന്നും വിസിബിളി കാണാൻ ഉണ്ടാവില്ല. നിങ്ങളുടെ നറേഷനോ അല്ലെങ്കിൽ അത് ഇടുന്ന വ്യക്തിയുടെ നറേഷനോ ഉള്ളൊരു പെർസ്പെക്റ്റീവ് ആവില്ല വീഡിയോ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോസ് ഇടാതിരിക്കുക, അതൊക്കെ ചെയ്യുക. അല്ലാതെ വേറൊന്നും പറയാനില്ല ഈ വിഷയത്തിൽ. ആ ഫാമിലിക്കൊപ്പം മാക്സ് ടു മാക്സ് നിന്ന് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ കേസെടുത്ത് ആ ഫാമിലിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആശ്വാസം നേടിക്കൊടുക്കാൻ പറ്റുന്നവരൊക്കെ അത് ചെയ്യുക. ഓക്കെ, എന്താണെങ്കിലും ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ളവരും സവാദിനെ പോലുള്ളവരൊക്കെ സിറ്റുവേഷൻ മുതലെടുക്കാൻ വേണ്ടിയിട്ടും അവരെ ന്യായീകരിക്കാനും വെളുപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറേ എണ്ണങ്ങൾ ഇറങ്ങുന്നുണ്ട്. അവരോടൊന്നും പറയാനില്ല. ഇപ്പോഴും ഇവൾക്കൊപ്പമാണെങ്കിൽ, ഞാൻ അവൾക്കൊപ്പം അല്ലെങ്കിൽ ഇവൾക്കൊപ്പം ആണെന്നുണ്ടെങ്കിൽ ഇവളത് തെളിയിക്കട്ടെ. ഷിംജിത നേരിട്ട ക്രൂരതകൾ അല്ലെങ്കിൽ ഷിംജിത നേരിട്ട്
എടുത്ത വീഡിയോയ്ക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഷിംജിതയ്ക്ക് തെളിയിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. ഷിംജിത വേണ്ട, ഷിംജിതയുടെ ദീപക്കിൻ്റെ മുന്നിൽ നിന്ന സ്ത്രീ, ഷിംജിത പറഞ്ഞു കൊടുത്ത ആ ചേട്ടൻ, ഏത് ഈ പറഞ്ഞ ദീപക്കിനെ ചോദ്യം ചെയ്ത ചേട്ടൻ, പിന്നെ ഷിംജിത വിളിച്ച പോലീസുകാരൻ. സൊസൈറ്റിയിൽ ഇവരൊന്നും കിട്ടാൻ വലിയ പാടൊന്നുമില്ല, ഈസി ആയിട്ട് കിട്ടും. ഷിംജിത കേസ് കൊടുത്തു അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ വിളിച്ചു എന്ന് പറയുന്നതിന് ഒരു ബ്ലണ്ടറായിട്ടല്ലേ? അതൊന്നൊക്കെ മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? അപ്പോൾ ഇനി കൂടുതലായിട്ട് ഈ കേസിലൊന്നും പറയാനില്ല. ഇനി ഷിംജിതയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലനേഷൻ ഷിംജിത എവിടെയെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കൊടുക്കുക. വൈറലായല്ലോ, അക്കൗണ്ടിൽ അത്യാവശ്യം ഫോളോവേഴ്സും കയറി, അക്കൗണ്ട് കൂട്ടിപ്പോയി, പ്രൈവറ്റ് ആക്കി, പക്ഷേ വരുമായിരിക്കും തിരിച്ച്. സോ ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിങ് നൗ ഫ്രം ഹിയർ.